നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസും തമ്മിലുള്ള പോര് മുറുകുകയാണ്. ഉക്രൈൻ ഞങ്ങളുടെ യുദ്ധമല്ല എന്ന് തിരിച്ചടിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രതികരിച്ചത്. ഇതോടെ ഇറാൻ വിഷയത്തിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്ന സാഹചര്യമാണ് ഉടലെടുത്തത്. ഇറാന്റെ നീക്കങ്ങൾക്കെതിരെ സൈനിക നടപടിക്ക് ജർമ്മനി തയ്യാറാകാത്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇറാൻ യുദ്ധം ഞങ്ങളുടെ യുദ്ധമല്ല, ജർമ്മനി ഇതിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചാൻസലർ മെർസും പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയോസും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങളിൽ നിന്ന് ജർമ്മനി വിട്ടുനിൽക്കുകയാണ്. ഇതിന് മറുപടിയായി എങ്കിൽ ഉക്രൈൻ യുദ്ധം ഞങ്ങളുടേതല്ല എന്ന് ട്രംപ് പരസ്യമായി പ്രസ്താവിച്ചു. ജർമ്മനിയുടെ നിലപാട് അനുചിതമാണ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ക്യാബിനറ്റ് മീറ്റിംഗിൽ മെർസിന്റെ പേര് പരാമർശിക്കാതെ ജർമ്മൻ ഭരണത്തലവൻ എന്ന് മാത്രമാണ് അഭിസംബോധന ചെയ്തത്. അതേസമയം ഇറാൻ തടസ്സപ്പെടുത്തിയ ഹോർമൂസ് കടലിടുക്കിലെ എണ്ണ വ്യാപാരം പുനഃസ്ഥാപിക്കാൻ ഒരു സൈനിക സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ്. ഇതിനോട് നാറ്റോ സഖ്യകക്ഷികൾ വിമുഖത കാണിക്കുന്നതിനെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. ട്രംപിന്റെ വിമർശനങ്ങളെ ജർമ്മൻ സർക്കാർ ശാന്തമായാണ് നേരിടുന്നത്. ഈ പ്രസ്താവന ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നില്ല എന്ന് സർക്കാർ വക്താവ് പറഞ്ഞു. അമേരിക്കയുമായി ഇപ്പോഴും ക്രിയാത്മകമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് പ്രവാസികളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയാൽ അമേരിക്കയും ജർമ്മനിയും തമ്മിലുള്ള ഈ അസ്വാരസ്യം ഉക്രൈൻ യുദ്ധത്തിനുള്ള സഹായങ്ങളെ ബാധിച്ചേക്കാം. കൂടാതെ ഇറാൻ വിഷയത്തിൽ പരിഹാരമായില്ലെങ്കിൽ ഇന്ധനവില ഇനിയും വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇനി പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ്. ജർമ്മനിയിലെ ആശുപത്രിയിൽ നിന്ന് ടിക്ടോക്ക് ലൈവ് നടത്തിയ ആളെ പിരിച്ചുവിട്ടു. രോഗിയുടെ വിരൽ അറുത്തു മാറ്റുമെന്ന് പരിഹാസവും ഉണ്ടായി. മലയാളി നഴ്സുമാർക്കും ജീവനക്കാർക്കും ഇതൊരു മുന്നറിയിപ്പാണ്. ജർമ്മനിയിലെ പ്രശസ്തമായ ഫ്രാങ്ക്ഫർട്ട് യൂണിവേഴ്സിറ്റി ക്ലിനിക്കിൽ ഡ്യൂട്ടിക്കിടെ ടിക്ടോക്ക് ലൈവ് സ്ട്രീം ചെയ്ത നഴ്സിംഗ് വിദ്യാർത്ഥിനിയെയും രോഗിയെ അധിക്ഷേപിച്ച ജീവനക്കാരെയും പിരിച്ചുവിട്ടു. രോഗികളുടെ സ്വകാര്യത ലംഘിച്ചും അവരെ ക്രൂരമായി പരിഹസിച്ചും നടത്തിയ ലൈവ് സ്ട്രീം വലിയ വിവാദത്തിനാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. ഉണി ക്ലിനിക്കിലെ നെഫ്രോളജി വാർഡിൽ ഡ്യൂട്ടിയിലായിരുന്ന ട്രെയിനി നേഴ്സ് തന്റെ മൊബൈലിലൂടെ ടിക്ടോക്കിൽ ലൈവ് പോവുകയും സഹപ്രവർത്തകരുമായി സംസാരിക്കുകയും ചെയ്തു. ഈ സംഭാഷണത്തിനിടെ വാർഡിലെ രോഗികളെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങളും പങ്കുവയ്ക്കപ്പെട്ടു. ബെല്ലടിച്ച് നഴ്സുമാരുടെ സഹായം തേടിയ ഒരു രോഗിയെ കുറിച്ച് ജീവനക്കാർ ലൈവിൽ വളരെ മോശമായാണ് സംസാരിച്ചത്. കയ്യിൽ ഗ്രനേഡ് ഉണ്ടോ എന്നും രോഗിയുടെ വിരൽ അറുത്തുമാറ്റാൻ പോക്കറ്റ് കത്തി വാങ്ങണമെന്നും ഒരു പുരുഷ നഴ്സ് പരിഹസിക്കുന്നത് ലൈവിൽ കേൾക്കാമായിരുന്നു. മുൻപ് നഴ്സായിരുന്ന ഒരു യൂട്യൂബറാണ് ഈ ലൈവ് സ്ട്രീം ശ്രദ്ധയിൽപ്പെടുത്തിയതും തുടർന്ന് അധികൃതർ ഇക്കാര്യം അറിഞ്ഞതും. സംഭവം ഗൗരവകരമായി എടുത്ത ആശുപത്രി അധികൃതർ ഉടൻ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയും കുറ്റക്കാരായ ജീവനക്കാരുടെ ജോലി അവസാനിപ്പിക്കുകയും ചെയ്തു. രോഗിയുടെ സുരക്ഷയും അന്തസ്സും സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇത്തരം പ്രവൃത്തികൾ ക്ലിനിക്കിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ആശുപത്രി വക്താവ് അറിയിച്ചു. ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ ഈ സംഭവം ഒരു പാഠമായി കാണേണ്ടതുണ്ട്. ഡ്യൂട്ടിക്കിടെ സോഷ്യൽ മീഡിയ ഉപയോഗവും അനുവാദമില്ലാതെ ഡ്യൂട്ടിക്കിടെ ഫോട്ടോ എടുക്കുന്നതോ ലൈവ് ചെയ്യുന്നതോ ജർമ്മനിയിൽ കടുത്ത കുറ്റമാണ്. കൂടാതെ രോഗികളുടെ സ്വകാര്യത, അതായത് ഡാറ്റ ഷൂട്ട്സ്, രോഗികളുടെ വിവരങ്ങളോ ദൃശ്യങ്ങളോ പുറത്തുവിടുന്നത് കനത്ത നിയമ നടപടികൾക്കും ജോലി നഷ്ടപ്പെടാനും കാരണമാകും. അതേസമയം ജോലിഭാരം എത്ര കൂടുതലായാലും രോഗികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ അച്ചടക്ക നടപടികൾക്ക് വഴിവെക്കും. ജർമ്മനിയിലെ നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കും മറ്റു ജീവനക്കാർക്കും, പ്രത്യേകിച്ച് പുതുതായി ജോലിക്ക് കയറിയവരും കൂടാതെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരും ഒക്കെ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ ഏറെ നന്നായിരിക്കും. ഞങ്ങൾ ഇത് പറയുമ്പോൾ ഇവിടെ എത്തിയ വിദ്യാർത്ഥികൾക്കും ഹൗസ് ബിൽഡിംഗുകാർക്കും ഒട്ടും ഇഷ്ടപ്പെടില്ല. താൻ ആരോടോ ഞങ്ങളെ ഉപദേശിക്കാൻ എന്ന മട്ടിലുള്ള കമന്റും പുച്ഛവും ഒക്കെ ഞങ്ങളെ തേടി എത്താറുണ്ട്. അത്രമാത്രം അസഹനീയമാണ് ഇത്തരക്കാർക്കുള്ള ഞങ്ങളുടെ മുന്നറിയിപ്പുകൾ. ഞങ്ങൾ ഇതൊന്നും തന്നെ കൂട്ടാക്കുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത് കേട്ടാൽ ഒരു കൂസലുമില്ല. ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്നുകൂടി ഓർക്കുക. ഫ്രാങ്ക്ഫർട്ടിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മനിയിലെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. ജർമ്മനിയിലെ നിയമങ്ങൾ കടുപ്പമേറിയതാണ്. ആശുപത്രി ഡ്യൂട്ടിക്കിടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും രോഗികളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതും ജർമ്മനിയിൽ എത്രത്തോളം ഗുരുതരമാണെന്ന് തെളിയിക്കുന്നതാണ് ഫ്രാങ്ക്ഫർട്ട് യൂണിവേഴ്സിറ്റി ക്ലിനിക്കിലെ പുതിയ സംഭവം. ടിക്ടോക്ക് ലൈവിലൂടെ രോഗിയെ പരിഹസിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനിക്കും സഹപ്രവർത്തകർക്കും ജോലി നഷ്ടമായത് പ്രവാസി മലയാളി സമൂഹത്തിന് വലിയൊരു മുന്നറിയിപ്പാണ്. ജർമ്മനിയിലെ കർശന നിയമങ്ങൾ, അതായത് മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, രോഗികളുടെ സ്വകാര്യത, ജർമ്മനിയിലെ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ, അതായത് GDPR-ഉം BDSD
ESGയും ലോകത്തിലെ തന്നെ ഏറ്റവും കർശനമായ ഒന്നാണ്. രോഗിയുടെ പേരോ മുഖമോ എന്തിനവരുടെ മുറിയുടെ ദൃശ്യങ്ങൾ പോലും അനുവാദമില്ലാതെ പകർത്തുന്നത് കടുത്ത നിയമലംഘനമാണ്. ഇതിന് രഹസ്യ സ്വഭാവം ഉണ്ട്. അതായത് ഷ്വൈഗെഫ്ലിസ്റ്റ് ജർമ്മൻ ക്രിമിനൽ കോഡ് StGB 203 പ്രകാരം രോഗികളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ ആരോഗ്യ പ്രവർത്തകർ ബാധ്യസ്ഥരാണ്. ഇത് ലംഘിക്കുന്നത് ജയിൽ ശിക്ഷയോ വൻതുക പിഴയോ അതായത് 1,00,000 യൂറോ വരെ ലഭിക്കാവുന്ന കുറ്റവുമാണ്. ജോലിസ്ഥലത്തെ സോഷ്യൽ മീഡിയ ഉപയോഗം മിക്ക ജർമ്മൻ ആശുപത്രികളിലും ഡ്യൂട്ടിക്കിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങളുണ്ട്. ഡ്യൂട്ടി സമയത്ത് ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നത് വിശ്വസ്ത ലംഘനം അതായത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആയി കണക്കാക്കി മുൻകൂട്ടി നോട്ടീസ് നൽകാതെ തന്നെ പിരിച്ചുവിടാൻ റിസ്ലോസ് കുണ്ടിയും തരാൻ മാനേജ്മെന്റിന് അധികാരമുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഫോട്ടോകളും വീഡിയോകളും അതായത് യൂണിഫോമിൽ നിൽക്കുന്ന ചിത്രങ്ങളോ വീഡിയോകളോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ പശ്ചാത്തലത്തിൽ രോഗികളോ മെഡിക്കൽ രേഖകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. ഇനി സംഭാഷണങ്ങളെ പറ്റി പറഞ്ഞാൽ സ്റ്റാഫ് റൂമുകളിലോ ഇടനാഴികളിലോ വെച്ച് രോഗികളെ കുറിച്ച് നടത്തുന്ന പരാമർശങ്ങൾ പോലും മറ്റൊരാൾ കേൾക്കാൻ ഇടയായാൽ അത് പരാതിക്ക് കാരണമാകും. പക്ക പ്രൊഫഷണലിസമാണിത്. ജർമ്മനിയിൽ ജോലിഭാരം കൂടുതലാണെങ്കിലും രോഗികളോടുള്ള മോശം പെരുമാറ്റം ഒരു കാരണവശാലും അധികൃതർ വെച്ച് പൊറിപ്പിക്കില്ല. ചുരുക്കത്തിൽ നഴ്സിംഗ് മേഖലയിൽ ജോലി തേടുന്നവരും നിലവിൽ ജോലി ചെയ്യുന്നവരും സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. ഒരു ചെറിയ അശ്രദ്ധ നിങ്ങളുടെ കരിയറും ജർമ്മനിയിലെ ജീവിതവും തന്നെ ഇല്ലാതാക്കിയേക്കാം. ഇനിയും ജർമ്മൻ ശിക്ഷാ നിയമത്തിലെ StGB വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. വകുപ്പ് 203 അതായത് സ്ട്രാഫ് ഗസറ്റ്സ് ബുക്ക് എന്നാണ് പറയുന്നത്. ഇത് പ്രധാനമായും രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ബാധ്യത എന്നതുമായി ബന്ധപ്പെട്ടതാണ്. ജർമ്മനിയിൽ നഴ്സുമാർ, ഡോക്ടർമാർ, വക്കീലന്മാർ തുടങ്ങിയ പ്രൊഫഷണലുകൾക്ക് ഈ വകുപ്പ് വലിയ ഉത്തരവാദിത്വമാണ് നൽകുന്നത്. ഇതിന്റെ ലളിതമായ വിശദീകരണത്തിലേക്ക് കടന്നാൽ എന്താണ് 203 StGB എന്ന് നോക്കിയാൽ, ഒരു വ്യക്തി തന്റെ പദവിയുടെ ഭാഗമായി ഉദാഹരണത്തിന് ഒരു നഴ്സ് എന്ന നിലയിൽ ഒരാളുടെ സ്വകാര്യ വിവരങ്ങൾ അറിയാൻ ഇടയായാൽ ആ വിവരം അയാളുടെ അനുവാദമില്ലാതെ മറ്റൊരാളോട് വെളിപ്പെടുത്തുന്നത് കുറ്റകരമാണ്. ഇതിനെ ഷ്വൈഗെഫ്ലിസ്റ്റ് അല്ലെങ്കിൽ ഡ്യൂട്ടി ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് വിളിക്കും. ഈ നിയമം ബാധകമാകുന്നത് ആർക്കൊക്കെയും നോക്കാം. ഈ വകുപ്പ് എല്ലാവർക്കും ഉള്ളതല്ല, മറിച്ച് ചില പ്രത്യേക പ്രൊഫഷണലുകൾക്കാണ്. ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, നഴ്സുമാർ, ഫാർമസിസ്റ്റുകൾ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, നിയമവിദഗ്ധർ, വക്കീലന്മാർ, നോട്ടറിമാർ, സാമൂഹ്യ പ്രവർത്തകർ, സോഷ്യൽ വർക്കർമാർ, കൗൺസിലർമാർ, കൂടാതെ ഇൻഷുറൻസ് ഉദ്യോഗസ്ഥർ, ടാക്സ് കൺസൾട്ടന്റുമാർ. ഈ നിയമം ലംഘിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ വളരെ കൂടുതലാണ്. ഒരു രോഗിയുടെയോ ക്ലയന്റിന്റെയോ സ്വകാര്യ വിവരങ്ങൾ അനുവാദമില്ലാതെ പുറത്തുവിട്ടാൽ ഇനി പറയുന്ന ശിക്ഷകൾ ലഭിക്കാം. തടവ് ശിക്ഷ 1 വർഷം വരെ തടവ്, പിഴ അതായത് ഗൾഡ് സ്റ്റാഫെ വൻതുക പിഴയായി ഒടുക്കേണ്ടി വരും, ജോലി നഷ്ടപ്പെടൽ, ക്രിമിനൽ നടപടി ഉണ്ടാകുന്നതോടെ ആ പ്രൊഫഷനിൽ തുടരാനുള്ള ലൈസൻസ് റദ്ദാക്കപ്പെടും. അതായത് ബെറൂഫ്സ് ഫർബോട്ട് ആണ്. നഴ്സുമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഫ്രാങ്ക്ഫർട്ടിലെ സംഭവത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിക്ക് ജോലി നഷ്ടപ്പെടാൻ കാരണം ഈ വകുപ്പിന്റെ ലംഘനമാണ്. വാട്സാപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഒരു രോഗിയുടെ പേരോ അസുഖവിവരമോ അടങ്ങുന്ന വീഡിയോയോ ഫോട്ടോയോ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. സ്റ്റാഫ് റൂമിലെ സംസാരമാണെങ്കിൽ പോലും ജോലിക്ക് ബന്ധമില്ലാത്ത സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ രോഗിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഒഴിവാക്കണം. ഈ പേപ്പർ വർക്കുകളെ പറ്റി പറഞ്ഞാൽ രോഗിയുടെ രേഖകൾ അതായത് പഷ്യന്റ് ഫയൽസ് മറ്റുള്ളവർ കാണുന്ന രീതിയിൽ അശ്രദ്ധമായി വയ്ക്കരുത്. നിയമപരമായ ഇളവുകൾ എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എപ്പോൾ വെളിപ്പെടുത്താമെന്ന് ചോദിച്ചാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിവരങ്ങൾ കൈമാറാം. രോഗി രേഖാമൂലം അനുവാദം നൽകിയാൽ, മറ്റൊരു ഡോക്ടർക്കോ നഴ്സിനോ ചികിത്സയുടെ ഭാഗമായി വിവരം നൽകേണ്ടി വന്നാൽ, ഇനിയും കോടതി ഉത്തരവ് ഉണ്ടെങ്കിലും നൽകാം. ഒരു വലിയ കുറ്റകൃത്യം തടയാൻ അല്ലെങ്കിൽ ഉദാഹരണത്തിന് കൊലപാതക ഭീഷണി നിലനിൽക്കുമ്പോൾ വിവരം നൽകേണ്ടി വന്നാൽ. ചുരുക്കത്തിൽ ജർമ്മനിയിൽ ഒരാളുടെ സ്വകാര്യത എന്നത് പവിത്രമാണ്. ഇത് ലംഘിക്കുന്നത് നിങ്ങളുടെ കരിയറെ തന്നെ ബാധിക്കും. അത് മാത്രമല്ല ജീവിതം കട്ടപ്പുകയാകും. ജർമ്മനിയിലെ ട്രെയിനുകളിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ പുതിയ സുരക്ഷാ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള കാര്യമാണ് അടുത്ത വാർത്ത. ജർമ്മനിയിൽ ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കാൻ പുതിയ ഗേറ്റ് വരുന്നു. അതായത് ടിക്കറ്റ് ഇല്ലാത്തവർക്ക് ഇനി പ്ലാറ്റ്ഫോമിൽ പ്രവേശനമില്ല. ജർമ്മനിയിലെ ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങി ഹെസൻ സംസ്ഥാനം. ലണ്ടൻ, പാരീസ് തുടങ്ങിയ നഗരങ്ങളിലെ മാതൃകയിൽ ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രം പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശനം നൽകുന്ന എൻട്രി ബാരിയറുകൾ അതായത് ഡ്രീ ക്രോയ്സ് അല്ലെങ്കിൽ ഗേറ്റ് സ്ഥാപിക്കുമെന്ന് ഹെസൻ ഉപമുഖ്യമന്ത്രി കാവെ മൻസൂരി പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ജർമ്മനിയിലെ ട്രെയിനുകളിൽ നടന്ന അക്രമാസക്തമായ സംഭവങ്ങളാണ് ഇത്തരം ആലോചനയ്ക്ക് കാരണം. പുതിയ നിർദ്ദേശങ്ങളിൽ ടിക്കറ്റ് സ്കാനിംഗ്, വിമാനത്താവളത്തിലേതുപോലെ തന്നെ QR കോഡോ ബാർകോഡോ സ്കാൻ ചെയ്താൽ മാത്രം തുറക്കുന്ന ഓട്ടോമാറ്റിക് ഗേറ്റുകൾ പ്ലാറ്റ്ഫോമുകളുടെ പ്രവേശന കവാടത്തിൽ സ്ഥാപിക്കും. ടിക്കറ്റ് ഇല്ലാത്തവർക്ക് വിലക്കുണ്ടാകും. ജർമ്മനിയിലെ ഏറ്റവും തിരക്കേറിയ ഫ്രാങ്ക്ഫർട്ട് മൈൻ സ്റ്റേഷൻ, എസ്ബാൻ, ന്യൂബാൻ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ ഈ സംവിധാനം നടപ്പിലാക്കും. ലണ്ടനിലെ വാട്ടർലൂ സ്റ്റേഷൻ, പാരീസിലെ ഗാരെ ഡു നോർഡ്,
ഫ്രാങ്ക്ഫർട്ട്, മാഡ്രിഡ് എന്നിവിടങ്ങളിൽ ദശകങ്ങളായി ഈ സംവിധാനം നിലവിലുണ്ട്. എന്നാൽ ജർമ്മനിയിൽ ആർക്കും എളുപ്പത്തിൽ ട്രെയിനിൽ കയറാൻ കഴിയുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. നിലവിൽ ജർമ്മനിയിൽ ടിക്കറ്റ് എടുക്കാതെ തന്നെ പ്ലാറ്റ്ഫോമിൽ കയറാനും ട്രെയിനിൽ ഇരിക്കാനും സാധിക്കും. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം ഡിജിറ്റൽ ടിക്കറ്റ് നിർബന്ധമാക്കും. മൊബൈലിലെ DB നാവിഗേറ്റർ ആപ്പിലെ QR കോഡോ അല്ലെങ്കിൽ പേപ്പർ ടിക്കറ്റോ സ്കാൻ ചെയ്താൽ മാത്രമേ ഇനി പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ടിക്കറ്റ് ഇല്ലാത്തവർക്ക് പിഴയും ഉണ്ടാകും. റെയിൽവേ സ്റ്റേഷനിലെ സുരക്ഷാ ചുമതല ഫെഡറൽ പോലീസിനാണ്. ചുരുക്കത്തിൽ ജർമ്മനിയിലെ റെയിൽവേ കൂടുതൽ ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറുകയാണ്. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ശീലം ഇനി ജർമ്മനിയിൽ നടക്കില്ല എന്ന് മാത്രമല്ല, ഇത് കനത്ത പിഴയ്ക്കും നിയമ നടപടികൾക്കും കാരണമാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.